ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. മൈക്കോപ്ലാസ്മയുടെ എസെൻഷ്യൽ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഫങ്ഷനെ കുറിച്ചാണ് പറയുന്നത്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്രോകാരിയോട്സ് ആണ്. അതിന് മിനിമൽ ആയിട്ടുള്ള സെറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ കമ്പയർഡ് ടു അതർ ബാക്ടീരിയ. ഒരു ന്യൂക്ലിയസ് ഇല്ല, അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല, പിന്നെ അതായത് മൈറ്റോകോൺട്രിയ ഓർ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ബട്ട് ദേ ഡു നോട്ട് പൊസസ് എ ഫ്യൂ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് ലൈഫ്. ദെൻ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്ട്രക്ചർ പറയുകയാണെങ്കിൽ സെൽ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ, അതായത് ഇതിനൊരു ട്രൂ സെൽ വോൾ ഇല്ല, ബട്ട് ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇറ്റ് ഈസ് 3 ലെയേർഡ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. ഏറ്റവും ഔട്ടർമോസ്റ്റ് ബൗണ്ടറി ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിപ്പിഡ് കോമ്പണൻ്റ് ആയിട്ടുള്ള സ്റ്റിറോൾസ് ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ദേ ആർ ഡയറക്ട്ലി അബ്സോർബ്ഡ് ഫ്രം ദ ഹോസ്റ്റ് ഓർ എൻവയോൺമെൻറ്റ് ഓർ മീഡിയം. ഫങ്ഷൻ എന്താണ് സെൽ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ? സെലക്റ്റീവ്ലി പെർമേബിലിറ്റി, അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. കൺട്രോൾ വാട്ട് എൻ്റർ ആൻഡ് ലീവ്സ് ദ സെൽ, അതായത് ഏതൊക്കെ സബ്സ്റ്റൻസസ്, ഏതൊക്കെ കോമ്പണൻസ് സെല്ലിൻ്റെ ഉള്ളിൽ കടക്കണം, ഏതൊക്കെ സെല്ലിലേക്ക് പുറത്തേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ദെൻ ഒരു ഓസ്മോട്ടിക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ലാക്ക് എ റിജിഡ് സെൽ വോൾ. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഓസ്മോട്ടിക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ദേ പ്രൊവൈഡ് എ സർഫസ് ഫോർ മെറ്റബോളിക് റിയാക്ഷൻ ആൻഡ് അറ്റാച്ച്മെൻറ്റ് ടു ഹോസ്റ്റ് സെൽസ്, അതായത് ഹോസ്റ്റ് ബോഡിയിൽ അറ്റാച്ച് ചെയ്യാനും അതുപോലെ തന്നെ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കാനുള്ളൊരു സർഫസ് ആയിട്ട് ഈ മെംബ്രെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ജീനോം ഏതാണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. അത് സിംഗിൾ നേക്കഡ് ആണ്. ചില കേസസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA കാണുന്നുണ്ട്. എവിടെ കാണുന്നുണ്ട്? DNA മോളിക്യൂള് ക്രോമസോമിൽ, സൈറ്റോപ്ലാസത്തിൽ, ക്രോമസോംസിലാണ് കാണുന്നത്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ സ്മോളസ്റ്റ് നോൺ ബാക്ടീരിയൽ ജീനോം. ദെൻ ഇതിലെന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്? ഇതിലാണ് എല്ലാ ജനറ്റിക് ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദറ്റ് നെസസറി ഫോർ ദ സെൽ സർവൈവൽ, ഗ്രോത്ത് ആൻഡ് റെപ്ലിക്കേഷൻ. സെല്ലിനെ സർവൈവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും റെപ്ലിക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്ന എല്ലാ തരത്തിലുള്ള ജനറ്റിക് ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ജീനോമിക് DNAയിലാണ്. ദെൻ റൈബോസോംസ് ഉണ്ട്. 70 സബ് യൂണിറ്റ് ടൈപ്പാണ് റൈബോസോം എന്ന് പറയുന്നത്. അത് എല്ലാ പ്രോകാരിയോട്സിൻ്റെ കേസിലും അങ്ങനെയാണ്. അതെവിടെയാണ് കാണുന്നത്? സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന പോലെ, അതായത് സ്കാറ്റേർഡ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ദ മെഷീനറി റെസ്പോൺസിബിൾ ഫോർ റീഡിങ് mRNA റീഡിങ്ങിനും അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു റീജിയനാണ് റൈബോസോം എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ തരത്തിലുള്ള നെസസറി എൻസൈംസും സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു സെമി ഫ്ലൂയിഡ് ഇൻറ്റേർണൽ കണ്ടന്റ് ആണ് സൈറ്റോപ്ലാസത്തിൽ കൂടുതലായിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ തരത്തിലുള്ള മെറ്റബോളിസം റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ നെസസറി എൻസൈം, അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ് ആൻഡ് സാൾട്ട് ഫോർ ഫണ്ടമെന്റൽ മെറ്റബോളിക് പാത്വേസ് ലൈക്ക് ഗ്ലൈക്കോളിസിസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്. താങ്ക് യു.